വിവാദ പരാമർശത്തിൽ CPIM നേതാവ് AK ബാലന് പിന്തുണയുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ. AK ബാലൻ വർഗീയതയ്ക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറയുന്നത് കലാപാഹ്വാനമല്ലെന്നും TP രാമകൃഷ്ണൻ 24-നോട് പറഞ്ഞു. AK ബാലൻ കലാപാഹ്വാനം നടത്തും എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. AK ബാലൻ എന്താണ് അഭിപ്രായം പറഞ്ഞതെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി അവർ ഗവൺമെൻറ്റിൽ ആഭ്യന്തര വകുപ്പോ അങ്ങനെ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞെന്നാണ് കേട്ടത്. ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ നയിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകെട്ട് കോൺഗ്രസിനെ നയിക്കുന്നു. കോൺഗ്രസ് ഇതിനെല്ലാം പിന്തുണ കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജമാഅത്ത് സ്വീകരിക്കുന്ന ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ, ലീഗ് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികരണം ഒരാൾ പ്രകടിപ്പിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു കലാപാഹ്വാനമായിട്ട് പരിഗണിക്കുന്നത് ശരിയല്ല. പക്ഷേ CPIM ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നതെന്നും CPM പറഞ്ഞിട്ടില്ല. AK ബാലൻ കലാപാഹ്വാനം നടത്തും. ദീപക് തർമ്മണം ചെയ്യുന്ന ദീപക്, അതിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ പ്രശ്നം, അത് മാറാട് കലാപമായിരുന്നു. നാട് ആഗ്രഹിക്കാൻ മറക്കുന്ന ചോരയുടെ ഓർമ്മകളാണ് 1-2 മാറാട് കലാപങ്ങൾ. ആ ഭീതിതമായ ഓർമ്മകളെ കുത്തിപ്പുറത്തേക്കിട്ടു AK ബാലൻ എന്നുള്ളതായിരുന്നു അതിലുണ്ടായ വിമർശനം. അപ്പോൾ ആ കുത്തിപ്പുറത്തേക്കിടലും ഭീതി പരത്തലിലും AK ബാലന് LDFന്റെ പിന്തുണയുണ്ടാവും. ദീപക്. ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം AK ബാലനെ പിന്തുണയ്ക്കുന്നു ഇടതുമുന്നണി കൺവീനർ എന്നത് തന്നെയാണ്. അതിലൊരു കലാപാഹ്വാനം നടത്തുന്ന ആളല്ല AK ബാലൻ എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നത് മതവർഗീയതയ്ക്കെതിരെ ധീരമായ നിലപാടെടുക്കുന്ന നേതാവാണ്. അത് പൊതുവിൽ CPM എടുക്കുന്നതാണ്. ആ നിലപാട് കൂടുതൽ ശക്തമായി പറയുന്ന ആളാണ് AK ബാലൻ എന്ന് TP രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ പറയുമ്പോൾ കൃത്യമായി ഇടതുമുന്നണിയുടെ പിന്തുണ AK ബാലനുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടിയാണ് മാറാട് കലാപങ്ങൾ, 1-2 കലാപം, ഹാഷ്മി പറഞ്ഞ പോലുള്ള കലാപങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്നതാണ് CPIMന്റെ വിലയിരുത്തൽ. അത് CPIMന്റെ നിലപാട് തന്നെയാണ്. മാത്രവുമല്ല, ഇന്ന് മുഹമ്മദ് റിയാസും പറയുമ്പോൾ വർഗീയ കലാപം ഇല്ലാതിരിക്കാൻ, അദ്ദേഹം മുഹമ്മദ് റിയാസ് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോഴും അദ്ദേഹം പറഞ്ഞത് വർഗീയ കലാപങ്ങൾ ഇല്ലാതിരിക്കാൻ LDF ഭരണം തുടരണമെന്ന് UDFലുള്ളവർ പോലും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ TP രാമകൃഷ്ണൻ 24-നോട് പറഞ്ഞത് വളരെ കൃത്യമായി AK ബാലനെ പിന്തുണയ്ക്കലാണ്. അതിൽ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നു, ലീഗിൽ കൂടുതൽ സ്വാധീനം ജമാഅത്ത് ഇസ്ലാമിക്കാണ്. ജമാഅത്ത് ഇസ്ലാമി ലീഗിനെ നയിക്കുന്നു, ഇവർ രണ്ടുപേരും ചേർന്ന് കോൺഗ്രസിനെ നയിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രിയായി ജമാഅത്ത് ഇസ്ലാമി വരുമെന്ന് AK ബാലൻ പറഞ്ഞത് സ്വതന്ത്രമായ അഭിപ്രായമാണ്. അത് CPMന്റെ അഭിപ്രായമല്ലെങ്കിലും അത്തരമൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് AK ബാലനെ പൂർണ്ണമായും പിന്തുണക്കുന്ന നിലപാടാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ എടുത്തിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ദീപക് തർമ്മണമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എല്ലാ നാടിനും അതത് നാട്ടിൽ ഇത്തരത്തിൽ നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന ചോരയുടെ ഓർമ്മകൾ ഉണ്ടാകും. ആ ഓർമ്മകൾ നമ്മൾ മറക്കാറാണ് പതിവ്. ആ ഓർമ്മകൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടി നേതാവട്ടെ 10 വോട്ടിന് വേണ്ടി കുത്തിപ്പുറത്തേക്കിടൽ നാടിന് നല്ലതല്ല എന്ന് അവർ ഓർക്കുന്നത് നല്ലതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.